ഇന്നത്തെ ദീർഘ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ജിസാനിൽ സുഡാൻ പൗരൻ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിവരങ്ങളാണ് ആദ്യം. തുടർന്ന് യുയും കുവൈറ്റും തമ്മിലുള്ള ഉന്നതതല നയതന്ത്ര ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിവരങ്ങളുമായി ഞങ്ങൾ ഒപ്പമുണ്ടാകും. ജിസാൻ മേഖലയിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് 6 എത്യോപ്യൻ പൗരന്മാരെ അനധികൃതമായി കടത്തിയ സുഡാൻ സ്വദേശിയെ മുജാഹിദീൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പട്രോൾ സംഘം പിടികൂടി. സൗദി ഗസറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം പിടിയിലായവർ രാജ്യത്തെ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിന് പിന്നാലെ സുഡാൻ സ്വദേശിയെ പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറി. നിയമലംഘനം നടത്തിയ 6 പേരെ തുടർനടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്കും കൈമാറി. ഇത്തരം കുറ്റകൃത്യങ്ങളുടെ ഗൗരവം മുജാഹിദീൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരെ സഹായിക്കുന്നതോ അവർക്ക് അഭയം നൽകുന്നതോ യാത്രാ സൗകര്യം ഒരുക്കുന്നതോ വലിയ കുറ്റകൃത്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിലെ സൗദി നിയമപ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം സൗദി റിയാൽ വരെ പിഴയും ലഭിക്കാം. കൂടാതെ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടുന്നതിനും കുറ്റവാളികളുടെ പേരുവിവരങ്ങൾ സ്വന്തം ചെലവിൽ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുന്നതിനും നിയമം അനുശാസിക്കുന്നു. താമസതൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക, മദീന, റിയാദ് മേഖലകളിലുള്ളവർ 911 എന്ന നമ്പറിൽ വിളിച്ച് അധികൃതരെ അറിയിക്കണമെന്ന് ദീർഘയിലൂടെ അഭ്യർത്ഥിക്കുന്നു. മേഖലാ സുരക്ഷയും സ്ഥിരതയും ലക്ഷ്യമിട്ട് യുയും കുവൈറ്റും തമ്മിൽ ഉന്നതതല നയതന്ത്ര ചർച്ചകൾ നടത്തി. ഖത്തർ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിദേശകാര്യ മന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാൻ കുവൈത്ത് വിദേശകാര്യ മന്ത്രി ഷെയ്ഖ് ജാറ അൽ ജാബർ അൽ അഹമ്മദ് അൽ സബാഹുമായി ഫോണിൽ സംസാരിച്ചു. മേഖലയിലെ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. മേഖലയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞു. സമാധാനവും സ്ഥിരതയും നിലനിർത്താനുള്ള ഇരുരാജ്യങ്ങളുടെയും പ്രതിബദ്ധത ഈ സംഭാഷണം വ്യക്തമാക്കുന്നു. സങ്കീർണമായ പ്രാദേശിക വെല്ലുവിളികൾക്കിടയിലും ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഏകോപനത്തിന്റെ ഭാഗമായാണ് ഈ ചർച്ച നടന്നത്. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ദീർഘകാല സുരക്ഷാ ചട്ടക്കൂടുകൾ രൂപീകരിക്കുന്നതിനുമുള്ള കൂട്ടായ ശ്രമങ്ങൾ ഇരുനേതാക്കളും പരിശോധിച്ചു. വിദേശനയ ലക്ഷ്യങ്ങൾ ഏകീകരിക്കുന്നതിനും മേഖലയിലെ സുരക്ഷാ ഭീഷണികളെ നേരിടുന്നതിനുമായി യുയും കുവൈറ്റും തമ്മിൽ പതിവായി നടത്തിവരുന്ന ആശയവിനിമയത്തിന്റെ ഭാഗമാണിത്. ഗൾഫ് മേഖലയും വിശാലമായ മിഡിൽ ഈസ്റ്റിനെയും ബാധിക്കുന്ന സുരക്ഷാ വിഷയങ്ങളിൽ ഒത്തൊരുമിച്ചുള്ള സമീപനം ഉറപ്പാക്കാൻ ആശയവിനിമയ ചാനലുകൾ സജീവമായി നിലനിർത്തുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. നിലവിലെ അസ്ഥിരമായ സാഹചര്യത്തിൽ പ്രാദേശിക ഐക്യം നിലനിർത്തുന്നതിന് ഇരുരാജ്യങ്ങളും നൽകുന്ന തന്ത്രപരമായ പ്രാധാന്യമാണ് ഈ ചർച്ചയിലൂടെ വ്യക്തമാകുന്നത്. വേണ്ടി അർജന്റീനയിലെ കുവൈറ്റ് അംബാസഡർ അബ്ദുൽ അസീസ് അൽബിഷർ ചിലി പ്രസിഡന്റ് ജോസ് അന്റോണിയോ കാസ്റ്റിൻ തന്റെ ഔദ്യോഗിക രേഖകൾ സമർപ്പിച്ചു. ഇതോടെ ചിലി റിപ്പബ്ലിക്കിലേക്കുള്ള കുവൈറ്റിന്റെ നോൺ റെസിഡന്റ് അംബാസഡറായി അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേറ്റു. കുവൈറ്റ് വാർത്താ ഏജൻസിയായ ലീഗ് റിപ്പോർട്ട് പ്രകാരം ചിലിയിലെ ലാ മോനയുടെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ മാസേനയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ചടങ്ങിൽ വെച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ആശംസകൾ അംബാസഡർ അൽബിഷർ പ്രസിഡന്റിനെ അറിയിച്ചു. ചിലിയൻ ജനതയുടെ തുടർസമൃദ്ധിക്കായുള്ള കുവൈറ്റ് നേതൃത്വത്തിന്റെ പ്രാർത്ഥനകളും അദ്ദേഹം പങ്കുവച്ചു. ഇതിന് മറുപടിയായി കുവൈറ്റിന്റെ നയതന്ത്രപരമായ ഈ നീക്കത്തിന് പ്രസിഡന്റ് കാസ്റ്റ് നന്ദി രേഖപ്പെടുത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുമുള്ള ചിലിയുടെ പ്രതിബദ്ധതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. 56 വർഷം നീണ്ടുനിൽക്കുന്ന ഇരുരാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിന്റെ നാൾവഴികൾ ഇരുവരും ചർച്ച ചെയ്തു. സൗഹൃദത്തിന്റെ പുതിയ പാലങ്ങൾ പണിയുന്നതിനും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനും ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചു. ഈ നിയമനത്തോടെ കുവൈറ്റും ചിലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ആശയവിനിമയവും മെച്ചപ്പെടുത്താൻ ഈ നോൺ റെസിഡന്റ് മിഷൻ സഹായിക്കും. വേണ്ടി റിപ്പോർട്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പശ്ചിമ ബംഗാൾ മന്ത്രി ബിജെപി പതാക ഉയർത്തുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് സ്ഥിരീകരണം. ബൂം ലൈവ് ഷൂതയാത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദൃശ്യങ്ങൾ സ്വാതന്ത്ര്യദിനത്തിന്റേതല്ലെന്നും ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഒരു രാഷ്ട്രീയ പരിപാടിയുടേതാണെന്നും വ്യക്തമായത്. 2026 ജൂലൈ 6 ബാരക്പൂരിലെ ഓഫീസിന് മുന്നിൽ വെച്ച് മന്ത്രി പാർട്ടി പതാക ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ സംഭവം ഓഗസ്റ്റ് 15 നടന്നതാണെന്നും ദേശീയ ആഘോഷങ്ങൾക്കിടെ പ്രോട്ടോകോൾ ലംഘനം നടന്നുവെന്നും വരുത്തിത്തീർക്കാനാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രമം നടന്നത്.
എന്നാൽ ഫാക്ട് ചെക്കർമാർ നടത്തിയ പരിശോധനയിൽ ഈ വീഡിയോ സ്വാതന്ത്ര്യദിനവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് തെളിഞ്ഞു. 100-ൽ 95 ട്രൂത്ത് സ്കോർ നൽകിക്കൊണ്ടാണ് ബൂം ലൈവ് ഈ പ്രചാരണം തെറ്റാണെന്ന് സ്ഥിരീകരിച്ചത്. വീഡിയോ സന്ദർഭത്തിൽ നിന്ന് അടർത്തിമാറ്റി പ്രചരിപ്പിക്കുകയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ മന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ലഭ്യമായ തെളിവുകൾ പ്രചരിക്കുന്ന വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ കൃത്യമായ സമയരേഖയോ ഇല്ലാത്ത രാഷ്ട്രീയ വീഡിയോകൾ കാണുമ്പോൾ പ്രേക്ഷകർ ജാഗ്രത പാലിക്കണമെന്ന് ജഡ്ജ് ഓർമ്മിപ്പിക്കുന്നു. ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യദിനാഘോഷം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് തെളിഞ്ഞു. ബൂം ലൈവ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദൃശ്യങ്ങൾ ഈ മാസത്തേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. യഥാർത്ഥത്തിൽ 2024 ജനുവരി 27 പാകിസ്ഥാനിലെ ക്വറ്റയിൽ നടന്ന പൊതുയോഗത്തിന്റെ ദൃശ്യങ്ങളാണിത്. ആക്ടിവിസ്റ്റ് മെഹ്റാങ് ബലൂച്ച് അണികളെ അഭിസംബോധന ചെയ്യുന്ന പഴയ വീഡിയോയാണ് സ്വാതന്ത്ര്യദിനാഘോഷമെന്ന വ്യാജേന ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ദൃശ്യങ്ങളും സ്ഥലവും പ്രസംഗകരെയും പരിശോധിച്ചതിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് ഫാക്ട് ചെക്കർമാർ കണ്ടെത്തി. പഴയ ദൃശ്യങ്ങൾ തെറ്റായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രചരിപ്പിക്കുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണ്. ഇത്തരം വൈറൽ വീഡിയോകൾ കാണുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും വിശ്വസനീയമായ മാധ്യമങ്ങളിലൂടെ മാത്രം വിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ജഡ്ജ് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ പഴയതാണെന്ന് 95% കൃത്യതയോടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രം ഇപ്പോൾ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പഴയകാലത്ത് ഒന്നിച്ചുള്ള ഒരു നിമിഷം എന്ന രീതിയിലാണ് ഈ ചിത്രം പ്രചരിച്ചത്. എന്നാൽ ഇത് നിർമ്മിത ബുദ്ധി അഥവാ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ പ്രചരിച്ച ഈ ചിത്രത്തിലെ മുഖഭാവങ്ങളിലെയും വെളിച്ചത്തിലെയും അസ്വാഭാവികതകൾ ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്വതന്ത്ര ഫാക്ട് ചെക്കിംഗ് സ്ഥാപനമായ ബൂം ലൈവ് ഷെഡ്ജ് നടത്തിയ പരിശോധനയിൽ ഈ ചിത്രം യഥാർത്ഥമല്ലെന്ന് തെളിഞ്ഞു. അത്യാധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് നടത്തിയ വിശകലനത്തിൽ ചിത്രം പൂർണ്ണമായും നിർമ്മിതമാണെന്ന് സ്ഥിരീകരിച്ചു. ചിലർ ഇതൊരു പഴയകാല ചിത്രമാണെന്ന് അവകാശപ്പെട്ട് പ്രചരിപ്പിച്ചെങ്കിലും അത്തരമൊരു ചിത്രം ചരിത്രത്തിൽ ഒരിടത്തും നിലവിലില്ലെന്ന് സാങ്കേതിക പരിശോധനകൾ വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ യഥാർത്ഥ ചിത്രങ്ങളും കൃത്രിമമായി നിർമ്മിച്ചവയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവയായി മാറുന്ന സാഹചര്യത്തിൽ വൈറലാകുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് അവയുടെ ആധികാരികത പരിശോധിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ചിത്രം വെറുമൊരു സോഫ്റ്റ്വെയർ സൃഷ്ടിയാണെന്നും അതൊരു യഥാർത്ഥ സംഭവമല്ലെന്നും ബൂം ലൈവിന്റെ കണ്ടെത്തലുകൾ അസന്ദിഗ്ധമായി വ്യക്തമാക്കുന്നു. ജഡ്ജിന് വേണ്ടി റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ വീഡിയോയെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. ദേശീയഗാനം ആലപിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിൽ നടന്നു നീങ്ങുന്നതായി കാണിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് സ്ഥിരീകരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ കുമാർ രാജ് എന്ന ഉപയോക്താവ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതടക്കം നിരവധി പേർ ഈ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ദേശീയഗാനത്തെ പ്രധാനമന്ത്രി അപമാനിച്ചു എന്നായിരുന്നു ഇതിലെ ആരോപണം. എന്നാൽ ആൾട്ട് ന്യൂസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. യഥാർത്ഥ വീഡിയോയിൽ പ്രധാനമന്ത്രി സദസ്സിലുള്ളവരെ അഭിവാദ്യം ചെയ്യുകയായിരുന്നുവെന്നും ആ സമയത്ത് ദേശീയഗാനം ഉണ്ടായിരുന്നില്ലെന്നും ആൾട്ട് ന്യൂസ് വ്യക്തമാക്കുന്നു. മറ്റൊരു സന്ദർഭത്തിലെ ദൃശ്യങ്ങൾക്ക് മുകളിൽ ദേശീയഗാനത്തിന്റെ ഓഡിയോ കൃത്രിമമായി ചേർത്താണ് വ്യാജപ്രചാരണം നടത്തിയത്. യഥാർത്ഥ ദൃശ്യങ്ങളുമായി താരതമ്യം ചെയ്തപ്പോൾ ദേശീയഗാനം ആലപിച്ച സമയത്ത് പ്രധാനമന്ത്രി ആദരവോടെ നിശ്ചലനായി നിൽക്കുന്നതായി ഫാക്ട് ചെക്കർമാർ കണ്ടെത്തി. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം കൃത്രിമ ദൃശ്യങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. 100-ൽ 95 എന്ന വെരിഫൈഡ് ട്രൂത്ത് സ്കോറോടെ പ്രധാനമന്ത്രിക്കെതിരായ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് ജഡ്ജ് സ്ഥിരീകരിക്കുന്നു. ഈ വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വ്യാജവാർത്തകൾക്കിടയിലും വസ്തുതകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ജഡ്ജ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കൃത്യത ഉറപ്പാക്കുന്നു.